ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 164 എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ എപ്പിസോഡുകളിലൂടെ ശക്തമായ സങ്കീർത്തന വാചകങ്ങൾ ഹൃദയംഗമായി സ്വീകരിക്കുവാനും ശുദ്ധീകരിക്കപ്പെടുവാനും ആത്മബലം പ്രാപിക്കുവാനുമുള്ള ഒരു ഉദ്യമം നാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോട് ചേർന്ന് ഇതിൻ്റെ ഭാഗമാകുന്ന അനേകർ കൂടുതലായി സങ്കീർത്തനങ്ങൾ വായിക്കുവാനും പഠിക്കുവാനും തയ്യാറാകുന്നുവെന്ന് പല കോണുകളിൽ നിന്നും കേൾക്കുന്നത് സന്തോഷം നൽകുന്ന ഒരു അനുഭവമാണ്. തീർച്ചയായും നമുക്കൊരുമിച്ച് സങ്കീർത്തനങ്ങൾ വായിക്കാം, പഠിക്കാം, ധ്യാനിക്കാം, മനനം ചെയ്യാം. ഈ എപ്പിസോഡിൽ 40 സങ്കീർത്തനം 3 മുതലുള്ള വാക്യങ്ങൾ ഒരു തവണ കൂടി വായിച്ച് അതിനെ ധ്യാനിക്കുവാൻ ദൈവത്തിൽ സങ്കേതപ്പെടുന്നു. അവൻ എൻ്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജ്യത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എൻ്റെ ദൈവമായ യഹോവയെ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിൻ്റെ വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു. ഹനനയാഗവും ഭോജനയാഗവും നീ ഇച്ഛിച്ചില്ല. നീ എൻ്റെ ചെവികൾ തുറന്നിരിക്കുന്നു. ഹോമയാഗവും പാപയാഗവും നീ ചോദിച്ചില്ല. യഹോവ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് അവനിൽ ആശ്രയിക്കും. യഹോവയ്ക്ക് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്ന സങ്കീർത്തനക്കാരൻ ഹൃദയപൂർവ്വം സാക്ഷിക്കുന്നു. അവൻ എൻ്റെ നിലവിളി കേട്ട് എങ്കിലേക്ക് ചാഞ്ഞു. എന്നിട്ട് നാശകരമായ കുഴിയിൽ നിന്നും കിഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കരയേറ്റി കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി. ആ ഒരു അനുഭവത്തിൽ ലഭ്യമായ ദിവ്യ അനുഭവത്തെ പറ്റിയാണ് ഇന്ന് വായിച്ച സങ്കീർത്തന ഭാഗങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. പലരും അത് കണ്ട് ഭയപ്പെട്ട് യഹോവയിൽ ആശ്രയിക്കും. എന്തുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്? അവൻ എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. പുതിയ പാട്ടുകളൊക്കെ നമുക്കൊത്തിരി ഇഷ്ടമാണ്. കീറ്റ്സിൻ്റെ വാചകങ്ങൾ പോലെ കേട്ട ഗാനങ്ങൾ മധുരമാണ്, കേൾക്കാത്തവ അതിലും മധുരം. ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്, ദോസ് അൺഹേർഡ് ആർ സ്വീറ്റർ. ജോൺ കീറ്റ്സിൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. അവൻ എൻ്റെ വായിൽ ഒരു പുതിയ പാട്ട് തന്നു. നമ്മളൊക്കെ പാടിപ്പതിഞ്ഞ പഴകിയ ഒരുപാട് പാട്ടുകൾ പാടുന്നുണ്ട്. പക്ഷേ ചില പാട്ടുകൾ എത്ര കേട്ടാലും പാടിയാലും മതിയാകത്തില്ല. ജീവിതത്തിലെ ചില അനുഭവങ്ങളിൽ അവ നമ്മളിങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ടിരിക്കും. അത് യൂട്യൂബിൽ നിന്നും മറ്റു മാധ്യമങ്ങളിൽ നിന്നും ഒക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിത അനുഭവങ്ങളിൽ നിന്ന് ആ പാട്ടിനെ ഒരു ബാക്ക്ഗ്രൗണ്ടാക്കി ചില റീൽസുകളും നമ്മൾ ചെയ്യും. സ്പിരിച്വൽ സോങ്സ് ആകാം, ഫിലിം സോങ്സ് ആകാം, അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് സോങ്സ് ആകാം. ഇതൊക്കെയുണ്ട്. എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. അതായത് എൻ്റെ ചെവിയിലല്ല, ആരെങ്കിലും എഴുതി തന്നതല്ല. നമ്മൾ പറയത്തില്ലയോ, ഒരു കഥാകൃത്ത് അവനിങ്ങനെ കഥ എഴുതാൻ നോക്കിയിരിക്കുക. ചിന്ത കിട്ടാതിരിക്കുമ്പോൾ, ആശയങ്ങളൊന്നും കിട്ടാതിരിക്കുമ്പോൾ തോന്നുന്ന ഒരു വികാരമുണ്ട്. പെട്ടെന്ന് കടന്നു വരുന്ന ഒരു കഥാതന്തു, ഒരു ത്രെഡ്, അവനെ പ്രേരിപ്പിക്കുന്ന ചില പ്രേരണകളുണ്ട്. ചിലപ്പോൾ ഒരു നല്ല കവി ഒരു ഫിലിം സോങ്സ് എഴുതാനാകാം, അല്ലാതെ എന്തെങ്കിലുമൊക്കെ എഴുതാനാകാം. അവനെങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കും, ഒരു സിറ്റുവേഷൻ കൊടുക്കും, എന്നിട്ട് പറയും നീ ഒരു പാട്ടുണ്ടാക്കി ഈ കാരണം ആദ്യമായിട്ട് പലപ്പോഴും അങ്ങനെയാണല്ലോ ഫിലിം ഡയറക്ടേഴ്സൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ പാട്ടൊക്കെ എഴുതാൻ ചെല്ലുന്നവരോട് പെട്ടെന്ന് എന്തെങ്കിലും എഴുതിക്കൊണ്ട് കൊടുക്കുന്നതല്ല, അവരൊക്കെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നീ ഒരു പാട്ട് എഴുതിക്കാട്ടോ. ചിലർക്ക് ആ സമയത്ത് അതുവരെയും ചിന്തിക്കാത്ത ചില പാട്ടുകളും വരികളുമാണ് കിട്ടുന്നത്. ചില പരസ്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലയോ ചില ക്യാപ്ഷൻസ്. ഈ ക്യാപ്ഷൻസൊക്കെ മുൻകൂട്ടി ചിന്തിക്കുന്നതല്ല, സഡൻലി കിട്ടുന്ന ചില അനുഭവങ്ങളാണ്. അപ്പം ചിന്തിച്ചു കൊണ്ടിരുന്ന ഒരു ക്യാപ്ഷന് വേണ്ടി ഇങ്ങനെ ചിന്തിച്ചിരുന്നവന് സഡൻലി കിട്ടിയ ഒരു ക്യാപ്ഷൻ പോലെ, ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ട് പാട്ട് എഴുതാൻ കാത്തിരുന്നവന് കിട്ടിയ
ഒരു ഒരു സംഗീതത്തിൻ്റെ ചരണങ്ങൾ പോലെ, ഒരു കഥ എഴുതുവാൻ, നോവൽ എഴുതുവാൻ കാത്തിരുന്നവന് കിട്ടിയ ഒരു ത്രെഡ് പോലെ. അത് കിട്ടുന്നതിനേക്കാൾ വലിയ സന്തോഷത്തോടാണ് ദാവീദ് രാജാവ് പറയുന്നത്, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം ചിലപ്പോഴൊക്കെ പുതിയ പാട്ടുകൾ തരാറുണ്ട് കേട്ടോ. ഇവിടെ ദാവീദ് പറയുന്നത് ദൈവം തന്ന പാട്ട് നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അതായത് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണമുള്ള, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള സ്തുതിഗീതങ്ങളുടെ ചരണങ്ങൾ ദൈവം ദാവീദിന് കൊടുത്തു എന്നവൻ സാക്ഷിക്കുന്നത്. സാക്ഷ്യങ്ങളുടെ ആഴം വലുതാണ്. നമ്മളുടെ നാവിൽ കിട്ടുന്ന പുതിയ പാട്ടുകളെന്ന് പറയുന്നത്, ദൈവം തരുന്ന പാട്ടുകളെന്ന് പറയുന്നത്, നമ്മൾ പറയത്തില്ലയോ, ഭൗതികരെ, അധികാരികളെ സുഖിപ്പിക്കുന്ന പാട്ടുകളുടെ ചരണങ്ങളാകണമെന്നില്ല, അല്ലെങ്കിൽ ഭൗതികതകളുടെ ശക്തമായ വൈത്താരികളാകണമെന്നില്ല, ചരിത്രങ്ങളുടെയോ തത്വസംഹിതകളുടെയോ വ്യാഖ്യാനങ്ങളാകണമെന്നില്ല. ദാവീദ് പറയുന്നു, നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അതേ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതമെന്ന് പറയുന്നത് ഓർത്തോണം, ഈ ജീവിതം തന്നെ ഒരു പുതിയ പാട്ടാകട്ടോ. നമ്മൾ പറയത്തില്ലേ, ചിലപ്പോൾ ചരണങ്ങളില്ലാത്ത, വരികളില്ലാത്ത, ഈണങ്ങളോ താളങ്ങളോ ഇല്ലാത്ത, എഴുത്തുകാരനില്ലാത്ത, മ്യൂസിക് ഡയറക്ടേഴ്സ് ഇല്ലാത്ത ചില ഗാനങ്ങൾ പോലെ ദൈവം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തേക്ക് നയിക്കുന്നത്. ഇതൊരു പുതിയ പാട്ടാണ്. പ്രിയമുള്ളവരെ, പാട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് കേൾക്കുമ്പോൾ അനുഗ്രഹമായിട്ട് മാറുകയാണ്. മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന ഒരു അനുഭവമാണ് സംഗീതമെന്ന് പറയുന്നത്. സംഗീതത്തിന് ഓർത്തോണം, പ്രത്യേകിച്ച് അത് ദ്രുതതാളമാകാം, അല്ലെങ്കിൽ ലളിത സംഗീതമാകാം, അല്ലെങ്കിൽ ഖണ്ഡകാവ്യങ്ങളാകാം, മഹാകാവ്യങ്ങളാകാം. പാട്ടുകൾ പല രീതിയിലുണ്ട്. മലയാള സാഹിത്യത്തെയും ഇംഗ്ലീഷ് സാഹിത്യത്തെയും ഇതര സാഹിത്യ ശാഖകളെയും ഒക്കെ പ്രശോഭിതരാക്കിയ ഒരുപാട് കവികളുണ്ട്, എഴുത്തുകാരുണ്ട്. ചിലരുടെ കവിതകൾ വളരെ സിമ്പിളാണ്. നമ്മൾ ഓർത്തോണം, ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ വരികൾ നമ്മൾ വായിക്കുമ്പോൾ, ഉമ്മാ കേരളം പോലെയുള്ള പാട്ടുകൾ, കവിതകൾ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് കട്ടിയേറിയ വാക്കുകളാണ്. പാരം, പനസം, മുളക്, ഏലം, ഇഞ്ചി, ഇങ്ങനെയൊക്കെയുള്ള വാക്കുകൾ അങ്ങോട്ട് ചേർത്ത് പാട്ട് രൂപപ്പെടുത്തി വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ നാക്കിൽ തന്നെ കിട്ടത്തില്ല. ചിലപ്പോൾ കുഞ്ചൻ നമ്പ്യാരുടെ വരികൾ നോക്കുമ്പോഴത്തേക്ക്, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങ് മാറിക്കടാശട, ഒന്നുകൂടെ സിമ്പിളാണ്. വള്ളത്തോളിൻ്റെ വരികളിലൂടെ പോകുമ്പോഴത്തേക്ക്, കുമാരനാശാൻ്റെ വരികളിലൂടെ പോകുമ്പോഴത്തേക്ക് അത് ഓർത്തോണം, ഒരു തത്വസംഹിതകളുടെ ഒരു പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭൗതിക കവിതകളിൽ പോലും, പുരാണ ആധുനിക കവിത്രയങ്ങളിൽ പോലും മാറ്റങ്ങളുണ്ട്. ഇന്നത്തെ പുതിയ കാലത്തേക്ക് പ്രവേശിക്കുമ്പോഴത്തേക്ക് അത് വേറൊരു തലത്തിലാണ്. പഴയ കാലത്ത് ONV കുറുപ്പ് എഴുതിയതും പിന്നീട് ഗിരീഷ് പുത്തൻചേരി എഴുതിയതുമായ വരികൾ ഇന്നത്തെ സമൂഹത്തിന് ദഹിക്കുമെന്ന് തോന്നുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് തോന്നിക്കൊണ്ടിരിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തിന് സ്തുതി എന്നുള്ള പാട്ടാണ് ദാവീദിന് ദൈവം കൊടുത്തത്. നമ്മളുടെയൊക്കെ ജീവിതം യഥാർത്ഥത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരും രചിക്കാത്ത, എഴുതാത്ത താളസംഹിതകളോടുള്ള ചില വിശ്വാസ വ്യാഖ്യാനങ്ങളാണ്. നമ്മൾ പറയത്തില്ലേ, ചിലരുടെ ചലനം കാണുമ്പോൾ ആ പോക്കിന് പോലും ഒരു എന്താ പറയുന്ന ഒരു സംഗീതത്വരയുണ്ട്, ഒരു സംഗീത ലാഞ്ചനയുണ്ട്. ചിലർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒരു നല്ല പാട്ട് കേട്ടതുപോലെ തോന്നും. നമ്മൾ പറയാറുള്ളതാണ്. ചിലരുടെ നോട്ടത്തിൽ പോലും ഒരു പാട്ടുണ്ട്. അതുകൊണ്ടാണ് കവിതാകൃത്തുക്കൾ പറയുന്നത്, ചിലരുടെ കണ്ണുകളിൽ നോക്കിയാൽ അവിടെ സംഗീതം വഴിഞ്ഞൊഴുകുകയാണ്. ചിലരുടെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരുടെ അന്നനട നോക്കിക്കഴിഞ്ഞാൽ അതിലിങ്ങനെ സംഗീതം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ മെതിയ അടികളുടെ ശബ്ദം കേട്ടാൽ അതിൽ കൂടി സംഗീതം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതേ പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ നമ്മൾ ചലിക്കുന്ന ഓരോ ചലനങ്ങളും ഓരോ പാട്ടുകളായിട്ടാണ്. ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുന്ന ഓരോ പ്രവൃത്തികളും ഓരോ ഗാനങ്ങളാണ്. നമ്മളൊരു മനുഷ്യനെ നോക്കി പുഞ്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അതൊരു വലിയ ദൈവസ്തുതിയാണ്, ഒരു വലിയ പാട്ടാണ്. വലിയ പ്രസംഗങ്ങളെക്കാൾ വലിയൊരു അനുഭവമാണ്. തളർന്നു കിടക്കുന്ന ഒരു മനുഷ്യനെ കാണുന്നു, അവനൊരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നു. കടബാധ്യത കൊണ്ട് നശിക്കുന്നവനെ കാണുന്നു, അവനെ ഒന്ന് കൈത്താങ്ങ് കൊടുക്കുന്നു. അഡ്മിഷൻ കിട്ടാതെ വലയുന്ന ഒരു കുഞ്ഞിന് ഒരു അഡ്മിഷൻ വാങ്ങിച്ചു കൊടുക്കുന്നു. ഫീസ് കൊടുക്കാൻ പറ്റാത്ത ഒരു കൊച്ചിന് ഒരു സെമസ്റ്ററിൻ്റെ പൈസ കൊടുക്കുന്നു. ആശുപത്രിയിൽ പോകുമ്പോൾ മെഡിക്കൽ കോളേജ് പോലെയുള്ള വിശാലമായ സ്ഥാനങ്ങളിൽ ഒരു ഡോക്ടറെ കാണാൻ നിൽക്കുന്ന, വഴിയറിയാതെ നിൽക്കുന്ന ഒരാളെ ഞാൻ കൊണ്ട് കാണിക്കാം, അല്ലെങ്കിൽ റിസൾട്ട് ഇന്നടത്ത് ഒന്ന് വാങ്ങിച്ചു തരാം എന്ന് പറയുന്നത് ഒരു വലിയ പാട്ടാണ്.
ജീവിതത്തിൽ എപ്പോഴും ഓർത്തോണം, അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. ഈ നമ്മുടെ അതരങ്ങളിലൂടെ പ്രിയമുള്ളവരെ ഓർത്തോണം, മറ്റുള്ളവരെ സഹായിക്കുന്ന ഓരോ വാക്കുകൾ. നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നറിയാമോ? ഒന്നുമില്ലാത്തവരും സ്വാധീനമില്ലാത്തവരും എന്നൊക്കെ നമുക്ക് പലപ്പോഴും പറയാം. പക്ഷേ ഈ സ്വാധീനം ഒട്ടുമില്ലാത്തവരായ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതത്തിന് ചില അടിത്തറ നൽകിയിട്ടുള്ളവർ. നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ പോയപ്പോൾ, മാറി നിൽക്കാൻ പോയപ്പോൾ, ഇനി ഒന്നിനും ഞാൻ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ചില സാധുക്കളായ മനുഷ്യർ പറഞ്ഞിട്ടുണ്ട്, കൊച്ചു വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. അവർ തന്ന ഒരു വലിയ ശക്തിയുണ്ട്, ഒരു പിന്തുണയുണ്ട്. ആ പിന്തുണയാണ് ഒരു വലിയ ദൈവസ്തുതിയായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് പഠിക്കാൻ കഴിവില്ലാതിരുന്ന എത്രയോ പേരുണ്ടായിരുന്നു അറിയാമോ? ഞാൻ ആ കോഴ്സ് എടുത്താൽ രക്ഷപ്പെടത്തില്ല. നീ അത് പഠിച്ചു നോക്കും മോനെ, ഇന്ന കോഴ്സ് എടുക്കുക, ഇന്ന ജോലിക്ക് പോ. ചിലപ്പോൾ നമുക്ക് വളരുവാൻ തക്കവണ്ണമുള്ള, ഇപ്പോൾ നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വളർച്ച ഉണ്ടായില്ലെങ്കിലും ഒരുപക്ഷെ വളരുവാനുള്ള ഒരു കൈത്താങ്ങും ഒരു വൃക്ഷശിഖരവും ആ ഒരു വഴുത്താരയായിരിക്കും. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. നമ്മൾ തലമുറകളായി പാടിപ്പതിഞ്ഞ പാട്ടുകൾ ഒത്തിരി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ദൈവത്തിന് സ്തുതിക്കാത്ത പാട്ടുകൾ ഒത്തിരിയുണ്ട്. സമൂഹത്തിൻ്റെ നൊമ്പരമറിയാത്ത പാട്ടുകൾ ഒത്തിരിയുണ്ട്. മനുഷ്യൻ്റെ ഗന്ധമില്ലാത്ത അനുഭവങ്ങൾ ഗാനങ്ങളായിട്ട് ഒത്തിരി വന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മളിന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റിവിസം, ദൈവമില്ലായ്മ, ജഡീക ആസക്തികൾ. ഇന്നത്തെ കാലത്ത് എപ്പോഴും ഓർത്തോണം, ഡാഡി മമ്മി വീട്ടിലില്ല, അതുകൊണ്ട് വന്നാട്ട് മക്കളെ നമുക്ക് തോന്നുന്ന രീതി കളിച്ചുല്ലസിക്കാം എന്ന് പറയുന്ന പാട്ടുകൾ പാടി നടക്കുന്ന ലോകത്ത് പ്രിയമുള്ളവരെ ഓർത്തോണം, ലോകത്തെ രക്ഷപ്പെടുത്തുന്ന പാട്ടുകൾ, ചന്ദ്രകളഭം ചാർത്തി ഉണർത്തും എന്ന് തുടങ്ങുന്ന പാട്ടുകളൊക്കെ ചിലപ്പോൾ ഞാൻ പാടിയാൽ തെറ്റിപ്പോകും. എങ്കിലും പ്രിയമുള്ളവരെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല ഗാനങ്ങൾ ഒത്തിരി ഉയരാനിരിക്കുന്നു. മനുഷ്യന് ജീവൻ നൽകുന്ന പാട്ടുകൾ ഒത്തിരിയുണ്ട്. ഇനിയും എനിക്കൊരു അവസരം കൂടെ ഈ ലോകത്തിൽ തരുമോ? കാരണം ചെയ്ത കാര്യങ്ങൾ ഒത്തിരി ചെയ്തു. ഇനിയും കുറേ കാര്യങ്ങൾ ജീവിക്കാനുണ്ട്, പ്രവർത്തിക്കാനുണ്ട്, ദൈവത്തെ സ്തുതിക്കാനുണ്ട്. വീണ്ടും അതിലൊരു തലം കൂടിയുണ്ട്. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മുടെ ദൈവത്തിന് സ്തുതി തന്നെ. അതുതന്നെ പ്രിയമുള്ളവരെ, നമ്മളുടെ അതരങ്ങളിലൂടെ ദൈവത്തെ സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണം. ഞാനും നിങ്ങളും ഒരു പാട്ട് പാടുമ്പോൾ, ജീവിതത്തിൻ്റെ ഒരു തലം കാണിക്കുമ്പോൾ ദൈവമുണ്ടെന്ന് കാണിച്ചു കൊടുക്കണം. അവന് തോന്നരുത്, എടാ ഇവൻ എപ്പോഴും 24 മണിക്കൂറും പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, കുപ്പായമിട്ടുകൊണ്ട് നടക്കുന്നു, അത്ഭുതങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഇവൻ്റെ പ്രവൃത്തിയിൽ ദൈവത്തിൻ്റെ ഒരു ചലനം പോലും ഇല്ലല്ലോ, ലാഞ്ചനയില്ലല്ലോ. പ്രിയമുള്ളവരെ തോന്നരുത്. അതുകൊണ്ടാണ് പറഞ്ഞ ഒരു പുതിയ പാട്ട് തരികയാണ്. ഇതുവരെ പാടിയ പാട്ടുകളൊക്കെ ഒന്നുകൂടെ റീ എഡിറ്റ് ചെയ്യണം. പുതിയ താളങ്ങൾ അതിന് കൊടുക്കണം, പുതിയ വരികൾ ചേർക്കണം. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വിശാലതയുടെ അനുഭവം ഉണ്ടാകണം. വർഗീയതയുടെയോ ജാതിയുടേതയോ ആയ അനുഭവങ്ങളല്ല, നശിപ്പിക്കുന്ന തലങ്ങളല്ല, അതിനപ്പുറമായ പാട്ടുകൾ പാടാൻ തക്കവണ്ണം സാധിക്കണം. അത് ജീവിതത്തിലെ ഒരനുഭവമായി നിങ്ങൾ ഞാനും ഏറ്റെടുക്കണമെന്ന് ഹൃദയംഗമായിട്ട് ഓർപ്പിക്കുകയാണ്. നമ്മൾക്ക് ചേർന്ന് പാടാം. ഉറ്റവരായിരുന്നവർ ദ്വേഷിച്ചാലും മാറ്റമില്ലാത്ത സ്നേഹിതൻ, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, ക്ലേശം നിറഞ്ഞ ലോകയാത്രയിൽ താങ്ങിടും, വിൺശക്തിയാലെ നിത്യവും, വിൺശക്തിയാലെ നിത്യവും, മാറായുണ്ടീ മരുവതിൽ സാരമില്ല മാറായിൻ നാഥനാമേശു, മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ, മാറാത്ത വാക്കു തന്നോൻ മാറുമോ ആയവൻ, മാറാമധുരമാക്കിടും, മാറാമധുരമാക്കിടും, ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, വേണ്ടായി ലോക ഇമ്പം പ്രിയനേ നീ മതി, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ, എന്നും വാഴ്ത്തിപ്പാടും ഞാൻ. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു എന്ന് നമ്മളൊക്കെ നമ്മളുടെ തലമുറകളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്നവരാണ്. സുവിശേഷം പറയാൻ താല്പര്യപ്പെടുന്നവരാണ്.
ഒരു കാര്യം ഹൃദയംഗമായിട്ട് ഓർത്താൽ മതി. പാട്ടുകൾക്ക് പുതിയ താളമുണ്ടാക്കി, ജീവിതഗതിക്ക് പുതിയ നിയന്ത്രണമുണ്ടാക്കി, ദൈവത്തിൻ്റെ സാക്ഷികളായി ക്ഷമയോടും കരുണയോടും കൂടി നമ്മൾ ജീവിച്ചാൽ നമ്മളൊരു പാട്ടായിട്ട് മാറും. പാട്ട് പാടാൻ അറിയണമെന്നില്ല, കേൾക്കാൻ ചെവി വേണമെന്നില്ല. നമ്മളുടെ ഓരോ ചലനവും ക്രിസ്തീയ ഗാനങ്ങളായി, ദൈവിക ഗാനങ്ങളായി, സർവേശ്വരനെ പുകഴ്ത്തുന്ന അനുഭവങ്ങളായി മാറ്റപ്പെടും. യഹോവയെ തൻ്റെ ആശ്രയമാക്കിക്കൊള്ളുകയും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സങ്കീർത്തനക്കാരൻ വീണ്ടും ഒരു വലിയ സാക്ഷ്യം നടത്തുകയാണ്. യഹോവയെ തൻ്റെ ആശ്രയമാക്കണം, പക്ഷേ നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യണം. യഹോവയെ ആശ്രയമാക്കി നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അതൊരു വലിയ തത്വമായിട്ടാണ് പറയുന്നത്. കാരണം ഇന്ന് ഇതിലെല്ലാം ഒരു പെർവേഷനുണ്ട്. അതായത് മുള്ളിൽ പൂവുണ്ടെന്ന് പറയുകയും പൂവിൽ മുള്ളുണ്ടെന്ന് പറയുകയും ചെയ്യുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നന്മയിൽ തിന്മ കാണും, തിന്മയെ നന്മയാണെന്ന് ആഘോഷിക്കുന്ന ലോകമാണ്. നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് ഓർത്തോണം ഒരു നിലനിൽപ്പിൻ്റെ ഒരു സർവൈവൽ തിയോളജി പിന്തുടരുന്ന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഏത് തത്വശാസ്ത്രവും വേദശാസ്ത്രവും നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്. സങ്കീർത്തനക്കാരൻ പറയുക, നീ ദൈവത്തിൽ ആശ്രയം വെക്കണം. പക്ഷേ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നിഗളികളായിട്ടിരിക്കുന്ന, ദൈവത്തെ ആദരിക്കാതിരിക്കുന്ന മനുഷ്യരെ, വ്യാജത്തിലേക്ക് തിരിയുന്നവരെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യണം. ഇന്നത്തെ പ്രത്യേകത എന്താണെന്നറിയാമോ? നമുക്ക് ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണെന്ന് പറയും. ദൈവത്തിൽ ഭയങ്കര വിശ്വാസമാണ്, ശരിയാണ്, ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് പറയത്തില്ല. പക്ഷേ നമ്മളിന്ന് എപ്പോഴും നമ്മളുടെ പ്രമാണം എന്തുവാണെന്നറിയാമോ? ദൈവവുമുണ്ട്, മാമോനുമുണ്ട്. ദൈവത്തെയും മാമോനെയും ഒരുപോലെ ആദരിക്കാൻ പറ്റത്തില്ല. ഇന്ന് മനുഷ്യൻ്റെ ഭക്തിയും വിശ്വാസവും ഒക്കെ എന്താണെന്നറിയാമോ? ഇന്ന് ഇത് ഞാൻ പറഞ്ഞതുപോലെ തലതിരിഞ്ഞ ചില അനുഭവങ്ങളില്ല, ഒരു പെർവേർട്ടഡ് പയറ്റിയാണ് ഇന്ന് മനുഷ്യനുള്ളത്. എന്ന് വെച്ചാൽ ദൈവത്തിലുമുണ്ട്, സാത്താനിലുമുണ്ട്, നന്മയിലുമുണ്ട്, തിന്മയിലുമുണ്ട്. നമ്മൾ പണ്ട് പറയും ഓട് വൺ ഔട്ടെന്ന് പറയും. അതായത് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ കൂട്ടത്തിൽ ചേരാത്തതിനെ മാറ്റി നിർത്തണമെന്ന് പറയും. പിള്ളേരെ കൊച്ചിലേ തൊട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ചില കാര്യങ്ങൾ പറയും, ഭൂകാണ്ഡങ്ങളായിട്ടുള്ള വസ്തുവകകളുടെ പേര് നൽകിയിട്ട് ചിലപ്പോൾ മണ്ണിന് മേളിലുള്ള അല്ലെങ്കിൽ പേരയ്ക്ക പോലെയുള്ളൊരു പേര് തരും. ചിലപ്പോൾ അത് പേരയ്ക്ക ഭൂകാണ്ഡമല്ല, അപ്പോൾ അത് മാറ്റമാണ്. നാൽക്കാലികളുടെ പേര് തന്നിട്ട് ചിലപ്പോൾ ഒരു ഇരുകാലിയുടെ പേര് തരും, അത് കൂട്ടത്തിൽപ്പെടുന്നതല്ല എന്നതുപോലെ നിങ്ങൾ ഞാനുമൊക്കെ ഹൃദയംഗമായിട്ട് ഓർത്തോണം. നമ്മളിന്ന് നന്മയുടെ പുറകെ പോകുന്നെന്ന് പറയും, സാക്ഷിക്കുന്നതും പറയുന്നതും നന്മ, പക്ഷേ പിന്തുടരുന്നത് തിന്മയുടെ അനുഭവം. അതുകൊണ്ടാണ് പറയുന്നത്, സങ്കീർത്തനക്കാരൻ പറയുന്നത്, വ്യാജത്തിലേക്ക് തിരിയുന്നവനെ, നിഗളികളെ ആദരിക്കാതിരിക്കുന്ന ഒരു അനുഭവം. ഇന്ന് മനുഷ്യൻ്റെ ഭക്തി കൂടിക്കൂടി ചെയ്യുന്ന എന്തുവാണെന്നറിയാമോ? എവിടെ നിന്നാണ് പ്രയോജനം കിട്ടുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാത്തിൻ്റെയും പിന്നാലെ നടക്കുക, എല്ലാത്തിൻ്റെയും പുറകെ നടക്കുക. ദൈവത്തെ വിളിക്കും, മന്ത്രവാദം നടത്തും, ശകുനങ്ങൾ നോക്കും. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്. പലതിൻ്റെയും പിന്നാലെ മനുഷ്യനിന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഓർത്തോണം പ്രിയമുള്ളവരെ, നിഗളിയെ നിഗളിയായിട്ട് തന്നെ കാണണം. വ്യാജത്തിലേക്ക് തിരിയുന്നവനെ അത് വ്യാജത്തിലേക്ക് തിരിയുകയാണെന്ന് തിരിച്ചറിയണം. ഇന്ന് നിഗളിയാകുന്നതും ഈ വ്യാജത്തിലേക്ക് തിരിയുന്നവർ വ്യാജത്തിലേക്ക് പോകുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം എന്താണെന്നറിയാമോ? അവരെ ആദരിക്കുന്ന ഒരു വലിയ സമൂഹം ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഇന്നെല്ലാം നമ്മൾ ഓർത്തോണം ഒരു വീരാരാധനയാണ്. നമ്മൾ പറയത്തില്ലയോ, ഒന്നുമല്ലെങ്കിൽ ഓർത്തോണം, തെറ്റായ രീതിയിൽ വാഹനം ഓടിക്കുന്ന ഒരുത്തനെ കാണുമ്പോൾ, അപ്പോൾ അവനെ കാണുമ്പോൾ അവൻ തെറ്റായിട്ടാണ് വാഹനം ഓടിക്കുന്നത്, അവനെ ശിക്ഷിക്കാൻ നിയമമുണ്ട്. പക്ഷേ അവനെ ആദരിക്കുന്ന വേറൊരു വലിയ വിഭാഗമുണ്ട്. നമ്മളുടെ യുവതലമുറയിൽ ഇന്ന് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? ഇന്ന് പലപ്പോഴും അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ഇന്ന് ഈ മദ്യവും മയക്കുമരുന്നും ഒക്കെ വർദ്ധിച്ചു വരികയാണ്. മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നത്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മണം ലഹരിയാണെന്ന് പറയുന്ന കുട്ടികൾ. അതേസമയം നന്നായി ദൈവത്തെ വിളിച്ച് നടക്കുന്നവരെ കഴിവില്ലാത്തവരെന്ന് പറയും. ഇന്നത്തെ വീരാരാധനയുടെ ഫലമായി സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നത്, ഈ വ്യാജത്തിലേക്ക് തിരിയുന്ന, നിഗളികളായി ജീവിക്കുന്ന, അവരെ പുകഴ്ത്തുന്ന ഒരു തലമുറ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ്. ഈ പുകഴ്ത്തുന്ന തലമുറ ചിലപ്പോൾ നിഗളികളാകണമെന്നില്ല, വ്യാജത്തിലേക്ക് തിരിയുന്നവരാകണമെന്നുമില്ല, അവർ നന്നായിട്ട് ജീവിക്കുന്നവരാണ്. പക്ഷേ അവരുടെ മുൻപിൽ പോലും ഇവരൊക്കെ ആരാധകരായിട്ട് മാറുകയാണ്. അതുകൊണ്ടല്ലേ പ്രിയമുള്ളവരെ ഇന്ന് ഓർത്തോണം, ഒരുത്തന് ഒരു ക്രിക്കറ്റ് കളിക്കുന്നത് നല്ലതാണ്, ഇന്ത്യക്ക് രാജ്യത്തിന് വേണ്ടി പോരടിക്കുന്നത് നല്ലതാണ്. പക്ഷേ ആ പോരടിക്കുമ്പോൾ നമ്മൾ പറയുമോ, അവൻ്റെ മറ്റ് ജീവിതം നമ്മൾ നോക്കേണ്ട കാര്യമില്ല.
ഇന്നത്തെ തലമുറയെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുക, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ട്, നമുക്കത് കുഴപ്പമില്ല. ആ സ്റ്റേജിൽ കയറി മനോഹരമായിട്ട് പാട്ട് പാടുന്നു, ഗോസ്പൽ സോങ്സ് പാടുന്നു, അവൻ മദ്യപാനിയും മയക്കുമരുന്ന് കഴിക്കുന്നവൻ, നമ്മളത് നോക്കേണ്ട കാര്യമില്ല, അവൻ്റെ പാട്ട് നല്ലതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ കറക്ഷൻ കൊടുക്കുന്ന ആത്മീയ പിതാക്കന്മാർ സമൂഹത്തിലുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും നമ്മളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ തിരുത്തൽ പറയുകയാണ്, നമ്മുടെ പിള്ളേർ പോകുന്ന തെറ്റാണ്, തെറ്റായ ജീവിത സാഹചര്യങ്ങളിലൂടെയാണ്. മാതാപിതാക്കൾ പറയുന്നത് അവൻ എങ്ങനെങ്കിലും പോട്ടെ, അവനെ ആരും പോലീസ് പിടിക്കുന്നില്ലല്ലോ, അവനിഷ്ടം പോലെ പണമുണ്ടാക്കുന്നു, നോക്ക് 25 വയസ്സായപ്പോഴത്തേക്ക് അവൻ ഇത്ര കോടി രൂപ സമ്പാദിക്കുന്നു, ഇന്ന് വീട് വാങ്ങിക്കുന്നു, വസ്തു വാങ്ങിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തരുന്നു. ഇന്ന് മക്കളിൽ വീരാരാധന കാണുന്നു, സഹോദരങ്ങളിൽ വീരാരാധന കാണുന്നു, തെറ്റ് ചെയ്യുന്നവനെ ന്യായീകരിക്കുന്നു, നിഗളിയല്ലാത്തവനെ നിഗളിയാണെന്നും വ്യാജത്തിലേക്ക് തിരിയാതെ നന്മയിൽ നടക്കുന്നവനെ വ്യാജത്തിലേക്ക് തിരിയുന്നവനാണെന്നും പറഞ്ഞുണ്ടാക്കുന്നു. ഇന്നത്തെ ഒരു തത്വചിന്തകളുടെയും സംഹിതകളുടെയും പ്രത്യേകത എന്താണെന്നറിയാം? ഈ തെറ്റായി പോകുന്നവർ ഏറ്റവും കൂടുതൽ ഇന്ന് എന്തുകൊണ്ടാണ് പലപ്പോഴും ഓർത്തോണം, ആത്മീയ പിതാക്കന്മാരെ വിമർശിക്കുന്നു, സുവിശേഷകരെ വിമർശിക്കുന്നു, നല്ലവരായിട്ടുള്ളവരെ വിമർശിക്കുന്നു. ഇതിൻ്റെ പിന്നിലുള്ള അടിത്തറയെന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? പല കുഞ്ഞുങ്ങളുടെയും മനസ്സിൽ എനിക്ക് നേരിട്ടറിയാം, അവരെത്രമാത്രം ജീവിതചര്യകളിൽ മാറിപ്പോയാലും അവർ കേട്ട പ്രാർത്ഥനകൾ, ആരാധനകൾ, വിശുദ്ധ കുർബാന പ്രസംഗങ്ങളൊക്കെ മനസ്സിലിങ്ങനെ കിടപ്പുണ്ട്. അതേസമയം ചില സമൂഹം പറഞ്ഞു പഠിപ്പിക്കുക, കാരണം അവരെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പിതാക്കന്മാർ തെറ്റാണ്, വൈദികർ തെറ്റാണ്, നിങ്ങളുടെ ഗുരുക്കന്മാർ തെറ്റാണ്, മോശക്കാരാണ്, നിങ്ങളുടെ മാതാപിതാക്കൾ തെറ്റാണ്, ഇതെല്ലാം പറഞ്ഞു പഠിപ്പിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം തെറ്റാണോ, എന്നാൽ പിന്നെ ഞാൻ ഇവൻ്റെ കൂടെ പോയാൽ കുഴപ്പമില്ല. ഇന്ന് മാതാപിതാക്കളാണെങ്കിൽ പോലും ശരിയാണ്. ഇന്ന് കുടുംബങ്ങളിൽ പോലും അന്തിച്ചർച്ചകളെന്ന് പറയുന്നത് മറ്റുള്ളവരെക്കുറിച്ച് തെറ്റായിട്ട് പറയുന്ന കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് കേൾക്കുകയാണ്. 90 വയസ്സുള്ള അപ്പച്ചനും കേൾക്കും, 70 വയസ്സുള്ള വീട്ടുകാരനും കേൾക്കും, 15 വയസ്സുള്ള പിള്ളേരും കേൾക്കും. ആര് കേട്ടാലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വരുന്ന തെറ്റായ വാർത്തകൾ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, നിങ്ങളുടേതായിട്ടുള്ള നല്ല സമയങ്ങൾ വെറുതെ കളയരുത്. ഇതെന്ന് വെച്ചാൽ ഒരു പുരോഹിതനെയോ മേൽപ്പട്ടക്കാരനെയോ സുവിശേഷകനെയോ കുറ്റം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്രയോജനവുമില്ല. അവരവരുടെ പണിക്ക് പോകും. അവരെ ആരും ആരെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറഞ്ഞെന്ന് വെച്ച് ആരെയും മുടക്കാൻ പോകുന്നില്ല. അവരവരുടെ പരിപാടി ചെയ്യും. പക്ഷേ നശിക്കുന്നത് നിങ്ങളുടെ തലമുറയാണ്. പ്രിയമുള്ളവരെ, ഓർത്തോണം, നിഗളികളും വ്യാജം അന്വേഷിക്കുന്നവരുമൊക്കെയുണ്ട്, കള്ളനാണയങ്ങളുണ്ട്. പക്ഷേ നല്ലവരെ, പ്രിയമുള്ളവരെ, നിങ്ങൾ കള്ളനാണയങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തരുത്. നന്മയുള്ളവരെ തിന്മയുടെ കളർ കൊടുത്ത് നശിപ്പിക്കരുത്. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവയിൽ ആശ്രയം വെക്കണം, വ്യാജത്തിലേക്ക് തിരിയുന്നവരെ, നിഗളികളെ ആദരിക്കാതിരിക്കണം. അവൻ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, അവനെ വിളിച്ചുകൊണ്ട്, അങ്ങനെ തെറ്റായി ജീവിക്കുന്നവനെ വിളിച്ചുകൊണ്ട് അവൻ പാട്ടുപാടി അവൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ പള്ളി വിളിച്ചുകൊണ്ട് വരരുത്. നിങ്ങളുടെ പിള്ളേർക്ക് അവാർഡ് കൊടുക്കാൻ വിളിച്ചുകൊണ്ട് വരരുത്. നിങ്ങൾ മോഡൽസായിട്ട് വെക്കരുത്. ഇന്ന് എല്ലാ സഭകളിലും സമൂഹത്തിലും പറ്റിയ പ്രശ്നങ്ങളിതാ. ദൈവമില്ല, ദേവനില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവനെ വിളിച്ച് യൂത്തിൻ്റെ ക്യാമ്പുകളിൽ കൊണ്ട് പ്രസംഗിപ്പിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള സമൂഹത്തിൽ കയറ്റി നിർത്തും, അവർക്ക് സ്റ്റേജ് കൊടുക്കും. യഥാർത്ഥത്തിൽ ദൈവവചനത്തിൻ്റെ കഠിനമായ നിഷേധമാണിത്. ആ നിഷേധത്തിൽ നിന്ന് തിരിഞ്ഞ് വാക്കുകൾ കുറച്ച് കേട്ടാൽ മതി, കൂടുതൽ പബ്ലിസിറ്റി വേണ്ട. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരെ വിളിച്ചു കഴിഞ്ഞാൽ വലിയ പബ്ലിസിറ്റി കിട്ടും, നിങ്ങളുടെ മീറ്റിങ്ങുകൾ അലങ്കൃതമാകും. അതിൽ നിന്ന് തിരിയാൻ സഭകളും സമൂഹങ്ങളും കുടുംബങ്ങളും ഒത്തൊരുമിച്ച് ശ്രമിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ്. എൻ്റെ ദൈവമായ യഹോവയെ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള വിചാരങ്ങളും വളരെയാകുന്നു. നിന്നോട് സദൃശനാരുമില്ല. അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എണ്ണിക്കൂടാതെ വണ്ണം അവ അധികമാകുന്നു. കഴിഞ്ഞ വാക്യങ്ങളിലൊക്കെ, കഴിഞ്ഞ സങ്കീർത്തനങ്ങളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അതായത് ദൈവം തമ്പുരാൻ ചെയ്ത കരുണ വലുതാണ്, അവയെ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. ഇന്ന് ദൈവത്തിൻ്റെ കരുണകളെയും ദൈവത്തിൻ്റെ കൃപകളെയും വ്യാഖ്യാനിച്ച് ആ ഒരു അതിർത്തിയിലെത്താൻ തക്കവണ്ണം, അതിർത്തിയിലെത്തിക്കാൻ തക്കവണ്ണം വേദശാസ്ത്രവും സമൂഹവും ഒക്കെ മുന്നിട്ട് നിൽക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, ദൈവം ഇത്രേ ചെയ്തിട്ടുള്ളൂ, ഇതിൻ്റെ അപ്പുറമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പ്രിയമുള്ളവരെ, നമ്മൾ വ്യാഖ്യാനിച്ച് ദൈവത്തെ ചെറുതാക്കരുത്. ദൈവം ചെയ്ത പ്രവൃത്തികൾ ചെറുതാക്കരുത്. ദൈവത്തിൻ്റെ ആഹ്വാനങ്ങൾ നിസ്സാരമാക്കരുത്. അതൊത്തിരി കിടക്കുകയാണ്. ഇന്ത്യൻ, അതായത് സംഗീതശാസ്ത്രത്തിൽ ശബ്ദ നിയമത്തിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്നുണ്ട്, നമ്മളത് പഠിക്കേണ്ടതാണ്. ഈ ചെണ്ടയും മറ്റും കൊട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, ഈ ചെണ്ടയൊക്കെ കൊട്ടുന്നവർ കുറേ കഴിയുമ്പോഴത്തേക്ക് കൊട്ടി കഴിഞ്ഞിട്ട് ആ നാദസ്വരത്തിൻ്റെ ഉയർച്ചയ്ക്ക് അവസാനം തലകുനിച്ച് ചെണ്ടയുടെ മുൻഭാഗത്ത് തന്നെ അവർ തലകുനിച്ച് നിർത്തുകയാണ്. അതിനൊരു വലിയ അർത്ഥമുണ്ട് നാട്യശാസ്ത്രത്തിൽ, മറ്റൊന്നുമല്ല. കാരണം ഇതിന് സർവേശ്വരനാണ് എല്ലാ ശബ്ദത്തിൻ്റെയും തലവൻ, നായകൻ. ആ സർവേശ്വരൻ്റെയും വലിയ ദൂതഗണങ്ങളുടെയും മുൻപിൽ എൻ്റെ ശബ്ദമൊന്നുമില്ല, ഞാൻ എത്ര കൊട്ടിയാലും ഒന്നുമില്ല, എന്നെക്കൊണ്ട് ഇത്രയേ പറ്റത്തുള്ളൂ, സർവേശ്വര ഞാൻ നമിക്കുന്നു.
എന്നതുപോലെ സാക്ഷ്യവും സുവിശേഷവും ഒക്കെ പ്രിയമുള്ളവരെ ഇനിയും കിടക്കുന്നതേ ഉള്ളൂ. എനിക്ക് വെളിവായതും ഞാൻ മനസ്സിലാക്കിയതും മാത്രമല്ല, അതിൻ്റെ അപ്പുറമായിട്ട് വീണ്ടും കിടക്കുകയാണ്. അത് നീണ്ടു കിടക്കുകയാണ്. അതിൻ്റെ അപ്പുറമായിട്ടുണ്ട്. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ച് നമ്മളുടെ എഴുത്തുകളിൽ ഒതുക്കാൻ ശ്രമിക്കരുത്. പ്രസംഗത്തിൽ, പാട്ടുകളിൽ, നമ്മളുടെ ആരാധനകളിൽ ഒതുക്കി നിർത്താൻ ശ്രമിക്കരുത്. ദൈവത്തിൻ്റെ കാര്യങ്ങൾ അപ്പുറമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, കൊച്ചിലെ ഞങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ ആ പാട്ടിൻ്റെ അർത്ഥം എങ്ങനെ? ദൈവമേ, നിൻ്റെ സ്നേഹം സച്ചിദാനന്ദ, നിൻ്റെ രൂപം ഞങ്ങൾ എല്ലാത്തിലും കാണുന്നു. പൂക്കളിലും പുല്ലുകളിലും വെള്ളത്തിലും മണ്ണിലും എല്ലാം ഞങ്ങൾ കാണുന്നു. കാരണം ഇത് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് നിർത്താൻ പറ്റത്തില്ല. അതുപോലെ എൻ്റെ വാത്സല്യമുള്ളവരെ, ദൈവത്തിൻ്റെ കരുണ അവസാനിക്കുന്നില്ല. അത് പിന്നെയും നീണ്ടു കിടക്കുന്നതാണ്. നമ്മളുടെ വ്യാഖ്യാനങ്ങൾക്കപ്പുറമാണ്, ചിന്താധാരകൾക്കപ്പുറമാണ്. അതുകൊണ്ട് എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് യാചിക്കുമ്പോൾ ഒറ്റ കാര്യം പറയുക: ദൈവമേ, നിന്നെ ആരാധിക്കുവാൻ എനിക്ക് യോഗ്യത നൽകണം. നിന്നെ ആയിരിക്കുന്ന രീതിയിൽ ആരാധിക്കുവാൻ കൃപ നൽകണം. പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും ആരാധിക്കുവാനിടയാകണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ക്ഷീണാവസ്ഥയിലും ബലഹീനതയിലും ഒരു കാര്യം ആലോചിച്ചു. നിങ്ങൾക്ക് 70 or 80 വയസ്സായിക്കൊള്ളട്ടെ, ഇതുവരെയും നമ്മൾ കേട്ടിട്ടില്ലാത്ത ദൈവവാക്കുകൾ, ഇതുവരെയും പഠിച്ചിട്ടില്ലാത്ത ദൈവത്തിൻ്റെ അനുഭവങ്ങൾ ഇനിയും നമ്മൾ കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. ജീവിതത്തിലെ ഏത് ക്ഷീണാവസ്ഥകളും അതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അനുഭവമാണ്. ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്, ഒത്തിരി വായിച്ചിട്ടുണ്ട്, ഒത്തിരി പള്ളിയിൽ പോയിട്ടുണ്ട്, ഒത്തിരി പ്രഭാഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. നോ, ഒരിക്കൽ പോലും ഒരു ഡെസ്റ്റിനേഷൻ സിക്നസ് വരരുത്. ഇനിയും ഇതല്ല, ഇനി ഒരുപാടുണ്ട്. നിങ്ങളെക്കൊണ്ട് ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആരും പറഞ്ഞു നിർത്തരുത്, എന്നെക്കൊണ്ട് കഴിയാവുന്നതെല്ലാം ഞാൻ ചെയ്തു. അല്ല പ്രിയപ്പെട്ടവരെ, ഇനിയും നിന്നെക്കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യിക്കാനുണ്ട്. ദൈവത്തിൻ്റെ സ്തുതിപ്പിലൂടെ, മഹത്വപ്പെടുത്തലിലൂടെ ആ തലത്തിലെത്തുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.